ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്, ദ ലാലേട്ടൻ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് പ്രണയം പൂത്തുലഞ്ഞിരിക്കുന്ന ബിഗ് ബോസ് വീട്ടിനകത്തെ പ്രണയത്തെക്കുറിച്ച് ലാലേട്ടൻ്റെ വക ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മളെ മുന്നിലേക്ക് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ലാലേട്ടൻ ആ വിഷയം ഹാൻഡിൽ ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നമ്മളുടെ അനുമോൾ മെഴുകി ഇല്ലടാ, സത്യം മെഴുകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, സത്യത്തിൽ അനീഷിന് ഞാനൊരു 50-50 ചാൻസിലാണ് വെച്ചത്. ഞാൻ വെച്ചത് എങ്ങനെയാണ് എനിക്കല്ല, പക്ഷെ 50% ഡ്രാമയാവും, 50% ജെനുവിനാവും. ഇതാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എനിക്ക് 90-10 90% ജെനുവിനാ. അനീഷിനൊരു ഞാൻ 10% എന്തിനാ വെച്ചത് എനിക്ക്, ഈ ആദിലയും അനുമോളും അനീഷിന്റെ കട്ടിലിന്റെ കാലിന്റെ ഔട്ടിലിരുന്നിട്ടാണ് എന്ത് പറഞ്ഞേ, ഈ പ്രേമ നാടകം പ്ലാൻ ചെയ്തത്. അനീഷ് അത് കേൾക്കാതിരിക്കുന്നില്ലല്ലോ പൊട്ടന്മാരെ പോലെ. പക്ഷെ അനീഷ് സത്യമായിട്ടാണോ പറഞ്ഞത്? അനീഷിന്റെ പ്രണയം അങ്ങ് ചങ്കി പിടിച്ചു പോയ ആളിയുണ്ട്. ഞാൻ എന്നാലും ഒരു 10% വെച്ചു. അറിയോ, പുറത്തിറങ്ങിയ ഇയാള് ചിലപ്പോ മനസ്സിലായോ, ഒരു 10% ഗ്യാപ്പ് നമുക്ക് വെക്കണല്ലോ. മനസ്സിലായി. ഇയാൾ പുറത്തിറങ്ങിയിട്ടേ ചിലപ്പോ ഇതിനെ കുറിച്ച് പറയൂ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഈ സമയത്ത് അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, അയാളെ ബ്രില്യൻസ് ആണെങ്കിലും ഞാൻ ഈ 10% ബ്രില്യൻസിന് വെച്ചതാ. അതിന്റെ ബ്രില്യൻസ് വരാൻ കാരണം എന്താ, അനീഷ് ഇപ്പൊ ഇത് കേട്ടു, അനുമോളോട് പോയി ചോദിച്ചു. രണ്ടുണ്ട് കാര്യം. അനുമോള് പോയിട്ട് യെസ് പറഞ്ഞാലും ഇയാൾക്ക് ലാഭമാണ്, നോ പറഞ്ഞാലും ഇയാൾക്ക് എന്തായി, ഗെയിം എക്സ്പോസ്ഡ് ആയി. അനുമോളെ ആയില്ലേ, ഇതിപ്പോ എന്തായി? വേറൊരു വിഷയമുണ്ട് ഇതിനകത്ത്. ഇപ്പോ അനുമോൾക്ക് ഇതുകൊണ്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലെ, അനുമോൾക്ക് ഒരു വോട്ട് കുറയാൻ തോന്നുന്നുണ്ടോ? എടാ, PR വോട്ട് കയറ്റുമ്പോ വോട്ട് കുറയില്ലല്ലോ. അല്ല, അത് വിട്. അതിപ്പോ മറ്റേ നമ്മള് വിജയ് ഫാൻസിന്റെ വോട്ട് വരുന്നുണ്ട്, കേരളത്തിലുള്ള മറ്റേ യൂണിയൻ പിള്ളേരുടെ വോട്ട് വരുന്നുണ്ട്, എല്ലാവരുടെയും ഉണ്ട്. ഞാൻ എന്റെ വീഡിയോ പ്രത്യേകം പറഞ്ഞതാണ്, നമ്മുടെ കേരള ബേസ് ചെയ്തിട്ടുള്ള അനുമോളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, എല്ലാരെയും വിളിച്ചു. അതായത് അത് മാത്രമല്ല, അതിന്റെ ഓഡിയോ ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് പുറത്തു വിടാം. അതിന്റെ അനീഷിനുണ്ട് കേട്ടോ, അനീഷിന്റെ സാധനങ്ങളും ആൾക്കാരും ക്യാൻവാസ് ചെയ്യുന്നത്. അതായത് 2 ഹെവി PRസും അത്യാവശ്യം കോളേജ് ബേസിസിലൊക്കെ നടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സാധനങ്ങള്. അത് ബിഗ് ബോസ് നിങ്ങൾ ചോദിക്കും അതെന്താ വോട്ട് അങ്ങനെ പിടിച്ചോടാൻ, വോട്ട് വരാം, എന്തും വരാം. ഈ ബിഗ് ബോസ് കാണാത്ത ആൾക്കാരാണ് ആ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ബിഗ് ബോസിനെ കുറിച്ച് അറിയാത്ത, അനീഷാണോ അനുമോളാണോ എന്നല്ലെന്ന് അറിയാത്ത ആൾക്കാരെ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനെപ്പറ്റി എന്ത് പറയാനാണ്? അത് എന്താണെങ്കിലും വോട്ട് വരുന്നത്. അതെ, പൈസ കൊടുത്ത് നമ്മള് അനുമോളുടെ ടോപ്പിക്കിനൊക്കെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ അനീഷ് ആ സമയത്ത് അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ട് അനീഷ് അന്ന് കാണിച്ചു കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അത് ക്രിഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിഞ്ചിന് അങ്ങ് അറ്റമായി ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അത് ആ സമയത്ത് അനുമോളാണെന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് അതിനകത്ത് ഒരു റിജക്ഷൻ അവിടെ വെക്കുകയും ചെയ്യും. റിജക്ഷൻ വെച്ചിട്ടില്ലടാ. ഈ റിജക്ഷൻ എനിക്ക് ഇപ്പൊ ഞാൻ പറയാം, ഇന്ന് എപ്പിസോഡില് അല്ല, പക്ഷെ ഇന്ന് അനുമോള് പറഞ്ഞില്ലേ എനിക്ക് കൂടുതൽ ആലോചിക്കാനൊന്നും ഇല്ല. ഇല്ലടാ, ഇന്ന് ലാലേട്ടൻ ചോദിച്ച് അനീഷ് ക്രിസ്റ്റൽ ക്ലിയർ, ബാക്കി കണ്ടസ്റ്റൻസിനെ നോക്കിയില്ല, ലാലേട്ടനെ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. എന്റെ മനസ്സിൽ തോന്നിയ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞു, ലാലേട്ടാ ജെനുവിൻ. ഓക്കെ, അപ്പുറത്ത് അനുമോള് കാണിച്ച നാടകം എന്താ, നീച്ചിട്ട് നിന്നു ഫ്രണ്ട് എന്നാ പറഞ്ഞേ അല്ലേ. റിജക്ഷൻ മീൻസ് വാട്ട്? ഒന്നില്ലെങ്കിൽ നോ, അല്ലെങ്കിൽ ബ്രദർ. ഫ്രണ്ട് പറഞ്ഞ പോസിബിലിറ്റി ബാക്കിയല്ലേ. ഞാൻ പറയട്ടെ, അത് ബിഗ് ബോസ് അനുമോളുടെ ഗെയിമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അനുമോളുടെ വോട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരില്ല, ഇടില്ല. പക്ഷെ വേറെ സീനുണ്ട്, ഇതുകൊണ്ട് നഷ്ടം അനുഭവക്കുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. എങ്ങനെ നഷ്ടം എന്ന് പറയുന്നത്? പക്ഷെ അനീഷ് നഷ്ടമില്ലേ? കാരണം ഞാൻ പറയാൻ കാരണം ഈ കുടുംബ പ്രേക്ഷകർക്കാണെങ്കിൽ പോലും ഇപ്പൊ ഈ കുടുംബ പ്രേക്ഷകർ സ്ഥാനത്തിന് മുകളിലാണല്ലോ അനുമോള് പിടിച്ചത്. അമ്മമാർക്കും പെങ്ങന്മാർക്കും ആണെങ്കിൽ വരെ അയ്യോ ആ പാവം മനുഷ്യൻ സീൻ മനസ്സിലായ, സീരിയൽ ഓഡിയൻസിന് വരെ അനുമോളിൽ നിന്ന് മാറി എങ്ങോട്ട് ചാടും. അനീഷിന്റെ മോളിക്ക് സെന്റിമെന്റ്. 2 അടിച്ചേ. ഒന്ന് അനുമോള് ലാലേട്ടൻ മുന്ന് ഫ്രണ്ട് എന്നും പറഞ്ഞു, മേക്കപ്പ് റൂമിൽ ആദിലേന്റെ അടുത്ത് ബ്രദർ എന്നും പറഞ്ഞു. ആ പിറ്റി തെണ്ടി നാടകം ഉണ്ടല്ലോ അനുമോളത്, അതുണ്ടല്ലോ, അത് വെറും കൂറ നക്കി പരിപാടി. കാരണം ഒരു ആണിന് ആശ കൊടുത്ത് ആരെ ഈ നാടകം തുടങ്ങി. പക്ഷെ ഞാൻ അനുമോളുടെ കൂടെ കരുതി, അനുമോള് ആശ കൊടുത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അനുമോൾ ഇവിടെ ആശ കൊടുത്ത് അനീഷ് എന്തെങ്കിലും ആശിക്കാൻ വേണ്ടി പോയത്. ഞാൻ ചോദിക്കട്ടെ, അനീഷിന് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു, ജന ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു. അനീഷ് നേരെ പോയിട്ട് ബിഗ് ബോസ് ഒരാഴ്ച മിച്ചമുള്ളല്ലോ, അടുത്ത തിങ്കളാഴ്ച തൊട്ട് 10% ഗെയിം വെച്ചേ, മനസ്സിലായോ? 10% ഗെയിം വെച്ചേ, ഗെയിം ഞാൻ 10% വെച്ചെന്തിനാ അറിയോ? ഇത് അയാളെ ഗെയിം ആയിരിക്കാം ഞാൻ പറഞ്ഞത്.
10% ഞാൻ അതിനാ വെച്ചേ. പക്ഷെ എന്റെ മനസ്സിലുള്ള അനീഷിന്റെ ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അത് വീണ് ഉടഞ്ഞ്. അത് ഞാൻ ചോദിക്കട്ടെ, അനീഷ് ഇപ്പൊ ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് എന്താ പറഞ്ഞേ? ഞാനൊരു സ്ത്രീ വിരോധിയാണ് ലാലേട്ട. എന്നിട്ട് ഇപ്പൊ എന്താ അനീഷിന്റെ ഞാൻ ഇന്റെ 10% ഡേ 1 സ്ത്രീ വിരോധിയാണെങ്കിൽ ഇപ്പൊ എന്താ അനീഷ് കാണിക്കണേ? ഇതേ ഇയാളിപ്പോ ജെനുവിനാന്ന് പറഞ്ഞത്. ആര്? എടാ അനീഷിന്റെ ആയിരിക്കാം, ജെനുവിനിറ്റി ആയിരിക്കാം സ്നേഹം. സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞാൽ അത് വരരുതായിരുന്നു. അപ്പൊ അനുമോള് മാറ്റി, അതാണ് വിഷയം. അവിടെയാ ഞാൻ പറഞ്ഞേ അനീഷിന്റെ സംഭവം ഞാൻ പറയട്ടെ. അനുമോളെ പോലെ അനീഷിന്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് നോക്കിയേ. അനുമോളെ പോലെ കുലസ്ത്രീ ആയിട്ടുള്ള തുളസി കതിരൻ വെച്ച് രാവിലെ സെറ്റ് മുണ്ട് എടുത്ത് കുളിച്ചിറങ്ങി അടുക്കളയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് സ്ത്രീ വിരോധി ആയിട്ടുള്ള ആളുടെ മനസ്സിളകൂടാ. അത് നമ്മുടെ സീസണിലുള്ള അമ്പോറ്റി ഇല്ലേ, ആ അമ്പോറ്റിയുടെ ഒരു പ്രോമാക്സ് വേർഷൻ ആണ് അനീഷ്. അനീഷിന്റെ മനസ്സിൽ ഇളകി പോവും, അത് സ്വാഭാവികമായിട്ട് ഇളകും. അമ്പോറ്റി ആയിരുന്നില്ല, ഓൻ പരാഗണമായിരുന്നു. ഒരു പൂവിൽ നിന്ന് മറ്റേ പൂവിലേക്കുള്ള പരാഗണം. കട്ട് എഡിറ്റ് ഡിലീറ്റ്. ഓക്കെ, അപ്പൊ അത് പോയി, അത് കഴിഞ്ഞു പോയി. അപ്പൊ ഒരു പോക്കുമില്ല. അടക്കാവുന്നത് അടക്കാവും പോറ്റി. എനിക്ക് പരാഗണമാണ്, പരാഗണം. അപ്പൊ അനീഷിന്റെ മനസ്സ് ഇളകി, അല്ലെങ്കിൽ അനുമോൾ ഇളക്കി പറ. അതായത് അനുമോള് തുടങ്ങി വെച്ച ഗെയിം, അനുമോളെ കൂടെ നിന്ന് ഇതിനേക്ക് ഫ്യൂവൽ ചെയ്ത ഷാനവാസ്, ആദിലനൂറ, നമ്മളെ ഒരു പരിധി വരെ അക്ബർ അല്ലല്ല പോണ വഴിക്ക് വരുന്ന വഴിക്ക് എന്താ അനീഷേട്ടാന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിലേക്ക് വരാതെ പോയത് നെവിനും സാബുമാനുമാണ്. ഓക്കെ, ബാക്കി എല്ലാവരും ഇതിൽ ഫ്യൂവൽ ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂവൽ ചെയ്ത ആൾക്കാരെല്ലാരും കൂടി ചേർന്നിട്ട് ഈ ചെങ്ങായിക്ക് ഇത് ഇട്ട് കൊടുത്ത് ചെങ്ങായിക്ക് ഇത് പൊട്ടി വിടർന്നു. ചെങ്ങായി പോയി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ 10% ഗെയിമായിട്ട് വെക്കാം, എന്നാലും ഇതിൽ ലാഭം ആയിരിക്കും അറിയപ്പോ അനീഷിനാണ്. പക്ഷെ എനിക്ക് അനുമോക്ക് ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ വ്യൂ പോയിന്റ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കും കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ വോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ട് ആയിക്കോട്ടെ, അനീഷ് വോട്ട് ചെയ്ത് നോക്കണ്ട, അത് കിട്ടും. ആ വോട്ട് എങ്ങനെ അനുമോക്ക് വോട്ട് കിട്ടും. പക്ഷെ ഇപ്പം വിഗ്രഹം വീണടഞ്ഞു എന്നുള്ള വാക്ക് വന്നില്ലേ, അത് രണ്ടാളതും പോയിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ അനുമോക്ക് വിഗ്രഹം ഉണ്ടായിരുന്നില്ല. അതേതാ വിഗ്രഹം? ഏതാ? ഞാൻ കണ്ടിട്ടില്ലല്ലോ, 90 ദിവസത്തെ ആ വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ല. അനീഷിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അനീഷ്, എന്റെ അഭിപ്രായത്തിൽ അനീഷ് ഇത് പറയണ്ടായിരുന്നു, ഈ സമയത്ത് പറയണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ഇനിയിപ്പൊ അനീഷ് ഇത് പറയണം എന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ അനീഷിന് ഇറങ്ങിയിട്ട് പറയാമായിരുന്നു എന്നുള്ളതായിരുന്നു എന്റെ ഒരു വ്യൂ പോയിന്റ്. ബിക്കോസ് എനിക്കറിയില്ല, അതാ അനുമോളാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്ററിനപ്പുറത്തേക്ക് പോയിട്ട് അനീഷിന്റെ അടുത്ത് ഒന്നും റൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുമില്ല. അനീഷ് ആണെന്നുണ്ടെങ്കിൽ അനുമോളുടെ റിജക്ഷനെ ഭയങ്കരമായിട്ട് ഈ അർജുൻ റെഡ്ഡി മീറ്ററിലേക്ക് പോകുകയും അത് ഭയങ്കര ബോറായിപ്പോയി. ആ ഒരു മീറ്റർ എടുക്കണം. എവിടെയെങ്കിലും അനീഷിന്റെ വിഗ്രഹം ഉടഞ്ഞതോ അല്ലെങ്കിൽ അനീഷ് ഫാൻസിന് ദേഷ്യം വരുന്നത്. ഞാൻ കാര്യം പറയട്ടെ, അനീഷിന് എനിക്ക് ഈ സീസൺ അനീഷ് വിന്നർ ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അനീഷോ അക്ബറോ വിന്നർ ആയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അനീഷ് ഈ സമയത്തെ ആ അർജുൻ റെഡ്ഡി ഫോം കളിക്കുന്നതിന് പകരമായിട്ട് അനുമോളുടെ മുന്നിൽ അനുമോളുടെ സാധനം ഉണ്ടല്ലോ, ലാലേട്ടൻ പറഞ്ഞു കൊടുത്തേ, അതായത് ഒരാളെ റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതേ സമയത്ത് അനീഷ് ഒരു കരച്ചിൽ നാടകം അവിടെ ഇറക്കിയിരുന്നെങ്കിലുണ്ടല്ലോ, കറക്റ്റ് സാധനം വേണ്ട, സെന്റ് അടിച്ചാൽ മതി. അതും വേണ്ട, നേരെ വിട അനുമോളെ ഞാൻ പറഞ്ഞത് പറഞ്ഞു, അനുമോക്ക് ഇഷ്ടമല്ലേ. അതെ, അത് പക്കാ മീറ്റർ ആയിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ. അതെ, ഇനി അടുത്ത ചെയ്യോന്ന് അറിയില്ല, ചിലപ്പോ ഇനിയിപ്പോ ചാൻസ് ഉണ്ട്. അനീഷ് എന്ന് പറയുന്നത് പക്കാ ക്രൂക്കഡാണ്. മേ ബി ഇയാൾ ഇപ്പൊ ഒന്നും പറയില്ലട്ടാ, അടുത്ത കണ്ടസ്റ്റൻസ് വരുമ്പോ ഇയാൾ. ഞാൻ ഈ 90 ജനുവിനും 10 വെച്ചത് എന്താ അറിയോ, ഇയാൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ ഈ 10% അടുത്ത ആഴ്ച എടുത്ത് അടിച്ചാലേ, ഞാനിപ്പോ എന്റെ വീഡിയോ പറഞ്ഞ കാര്യം അതാ. ഇപ്പം മത്സരാർത്ഥികൾ ഇപ്പൊ മറ്റുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും പുള്ളി വേണമെങ്കിൽ ഒരു സാധനം എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് അവിടെ തീർന്നു. പിന്നെ അതുപോലെ ഇന്ന് വേറെ സാധനം പൊട്ടിയിട്ടുണ്ട്, ടോപ്പ് 5. എല്ലാരും നമ്മൾ ടിക്കറ്റ് ഫിനാലെ നമ്മുടെ അഭിഷേക് വിൻ ചെയ്തില്ലേ? സത്യത്തിൽ ഞാനും അത് കൺഫ്യൂഷൻ ആയി. അല്ല, നമുക്കറിയാമായിരുന്നല്ലോ ആ ആഴ്ച നോമിനേഷനത്തില്ല. ടിക്കറ്റ് ഫിനാലെ എന്താ വിൻ ചെയ്യുന്നത്? അയാൾ ഒഴികെ ബാക്കി എല്ലാ ആൾക്കാർക്കും ആ ആഴ്ച നോമിനേറ്റഡ് ആവും. ഇത് ഇവർക്ക് അറിയാത്തോണ്ടാ. ഞാനത് ആലോചിച്ചത്. ബിഗ് ബോസിനകത്ത് അങ്ങനെ ഇല്ല. അത് എനിക്ക് സീസൺ 5 ഇല്ല, 4 എവിടെ ഇല്ല. ടിക്കറ്റ് ഫിനാലെയാണ്, ഫിനാലെ വീക്കിലേക്കുള്ള ടിക്കറ്റ്. അതെ അതെ, 5 എന്ന് പറഞ്ഞിട്ട് പിന്നെ 5 ഇല്ല, അങ്ങനല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ എവിക്റ്റായി, നോറ എവിക്റ്റായി കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ 6 പേരുണ്ടായിരുന്നത്. ആ സമയത്ത് മറ്റേ ശ്രീതു എവിക്റ്റ് ആകുന്ന ആ സമയത്ത് അഭിഷേക് അപ്പുറം നിപ്പുണ്ട്. അഭിഷേകും ആ നോമിനേഷനകത്ത് ഉണ്ട്. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. എനിക്കത് ഇവരാരും തന്നെ ഇത് ടിക്കറ്റ് ഫിനാലെ പറ്റി ഐഡിയ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇവര് ടോപ്പ് 5 എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു വെച്ച്.
അതാണ് ഉണ്ടായത്. അല്ല അത് മാത്രമല്ല ഈ 13th വീക്കില് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ആൾക്കാരല്ലാണ്ട് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആകും എന്ന് ഇവർക്ക് അറിയാൻ വയ്യ. ഇവരിപ്പോ പറയുന്നുണ്ടായിരുന്നില്ല അക്ബറിനെയും നെവിനെയും മാത്രം നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അത് പോസിബിൾ അല്ല. കാരണം അക്ബറും നെവിനും കൂടിയും ഒരാളെ തന്നെ രണ്ടുപേര് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇട്ട് കൊടുത്താൽ 4 പേര് നോമിനേറ്റഡ് ആവും. അത് ബ്ലണ്ടർ ശരിക്കും അവരുത്. ഇത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നെവിനെ അക്ബറിനെ മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞു പോയ ഐറ്റായിരുന്നു. അത് കഴിഞ്ഞു പോയത് പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ എങ്ങനെയാണ്? ഈ സീസണിലുള്ള ആൾക്കാരുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ നീ കണ്ടിട്ടില്ലേ? അതായത് ഒരു പൊട്ട ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പോയി ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്തു. ഇവർ ഈ പറഞ്ഞ നാവുകൊണ്ടാണ് നെവിൻ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച അതായത് തിങ്കളാഴ്ച നെവിൻ ബാഡ് പ്ലെയർ ആയതുകൊണ്ട് നോമിനേഷൻ ഇടും, വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് നെവിൻ ബെസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് സാധനം കൊടുക്കും. പിന്നെ ഒരു കാര്യം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നെവിന് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമായിരുന്നു, നെവിൻ ആ ഏറ്റവും കുറവ് പേയ്മെന്റിൽ ഇത്തവണ ബിഗ് ബോസിൽ പോയൊരു ചെക്കന. അവനെ സംബന്ധിച്ചോളം അവന് ആ ഒരു മണി ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിന് അത് ഒരുപാട് നന്നായി കേട്ടോ. അതൊരു നല്ല കാര്യം മാത്രല്ലടാ. സ്വന്തം പൈസ എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചപ്പോ ഇവനാണ് അത് എഡ്യൂക്കേഷന് ഉപയോഗിച്ചു, ഇവനാണ് ആ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് സാധനം. എനിക്ക് തോന്നുന്നത് അത് വലിയൊരു PR ടീം ഇവൻ ഇല്ലാത്തതുകൊണ്ട് അത് ഏറ്റെടുത്തില്ല. അത് അനുമോളോ അനീഷോ അടിച്ചെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ സീസൺ ജയിപ്പിക്കാനുള്ള ഐറ്റായിരുന്നു ആ ഐറ്റം. അതായത് ഞാൻ എന്റെ പൈസ ചെലവാക്കിയത് എന്റെ പഠിത്തത്തിനും ഞാൻ സ്വന്തം ഉണ്ടാക്കിയ പൈസ ഫുൾ അതിനാണ് പോയേ. ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനർ, അതൊരു ഹെവി ഐറ്റായിരുന്നു. പക്ഷെ അത് ആരും നോട്ടീസ് ചെയ്തില്ല. ഈവൻ നമ്മളാണെങ്കിൽ പോലും പ്രൊജക്ട് ചെയ്തിട്ടില്ല. ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഡിസർവിങ് ആയിരുന്നു. ഇവന് കുറച്ച് പൈസ കിട്ടുക എന്നുള്ളത്. അപ്പം അതിലെല്ലാരും പേഴ്സണൽ പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നെവിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. നല്ല പേഴ്സണൽ സ്ട്രഗിൾ നെവിനുണ്ട്, ബാക്കിയുള്ളവർക്കും ഉണ്ട്, നെവിനും ഉണ്ട്. അതേപോലെ ഷാനവാസിനുണ്ട്. നെവിന്റെ പേയ്മെന്റ് നിനക്ക് അറിയാവുന്നതല്ലേ? അത്രയും കുറവ് പേയ്മെന്റ് ഉള്ള ഷാനവാസിന് നല്ല അത്യാവശ്യം നല്ല പേഴ്സണൽ സീൻ ഉണ്ട് ഈ സീസണിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഉള്ള മനുഷ്യൻ ഷാനവാസ് കേട്ടോ. അനുമോളല്ലേ? ആണോ? അനുമോള് ഒരു 10-15, നമ്മളറിവിൽ 10-15 റേഞ്ചാണ് പെർ ഡേ. ഷാനവാസ് ഒരു 25 അതൊക്കെയാണ്. അപ്പാനിക്കാണോ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പാനിയൊക്കെ പിന്നെ പോയതുകൊണ്ട് പിന്നെ അതാണ് പറയേണ്ട കാര്യം. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം ലാലേട്ടൻ കൊടുത്തത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ നൂറേന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നു. എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നൂറേന്റെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു 75-25. അല്ല, ഈ ലാസ്റ്റ് ക്യാപ്റ്റൻ ആവുന്ന ആൾക്കാർക്ക് വലിയൊരു ഗുണം കൂടെ ഉണ്ടാ. കാരണം അവർക്ക് വലിയ മെനക്കേട് ഉണ്ടാവത്തില്ല, ആൾക്കാരുടെ എണ്ണം കുറവാണ്. എക്സ്പോസ്ഡ് ആയി. എങ്ങനെ എക്സ്പോസ്ഡ് ആവും. കഴിഞ്ഞ ആഴ്ച ഇതേ നൂറ അക്ബറും ആരും ക്യാപ്റ്റൻ ആയപ്പോ പണി എടുക്കില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നു. കർമ്മ ഹിറ്റ് ബാക്ക്. ഇതേ നൂറേന്റെ ബെൽറ്റ് പെട്ട അനുമോളും ഷാനവാസും ആദിലും ഇപ്രാവശ്യം നൂറയ്ക്ക് ഇട്ട് പണി. അല്ല, അതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്താരാന്നറിയാവോ? അനുമോള്. കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ കഞ്ഞിക്കലവും പൊക്കി പിടിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞ അക്ബറായി കാണിച്ച് മുഖത്ത് വെച്ച് ഒരച്ച് വിട്ടു. സത്യം. അത് അനുമോള് നൈസായിട്ട് സാവുമാന്റെ നിലയിലേക്ക് അത് എടുത്ത് വെക്കുകയും ചെയ്ത്. അതിലാ രസമുണ്ട്. ഇന്ന് നോറ നീച്ചെന്ന് പറഞ്ഞ കേട്ടില്ലേ? ആരാ ലാലേട്ടൻ ചോദിക്കുക, ആരാ നൂറ നിനക്ക് പ്രശ്നക്കാരുണ്ടായിരുന്നത്? സുഭദ്ര. ആ ട്രസ്റ്റിലുണ്ട് തന്നെ. ആ ട്രസ്റ്റ് തന്നെ കൊട്ടി. ഇവരാണ് മറ്റവർക്ക് ഇട്ടടിച്ച് അവരെന്നെ തിരിച്ചിങ്ങോട്ടും. അതപ്പൊ മനസ്സിലായി എന്താണെങ്കിലും. പക്ഷെ അതെന്താ പറയാൻ കാണിച്ച നൂറിന്റെ ഗട്സ് ഞാൻ സംഭവിച്ചു. ഈ ആദില പലപ്പോഴായിട്ട് ഇങ്ങനത്തെ ഒരു ഗട്സ് കാണിച്ചിട്ടില്ല. നൂറ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ഗട്സ് കാണിച്ചിട്ടുണ്ട്. ആദിൽ എന്നാലും അതേമാതിരി ഡിസ്കസ് ചെയ്യേണ്ട സാധനമാണ്. ഇന്ന് മണി ബോക്സിന്റെ കാര്യം ലാലേട്ടൻ ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞു കേട്ടോ, ആ 3 ലക്ഷം ഷെയർ ചെയ്യില്ല അക്ബർ ഏത് 3 ലക്ഷം ടോക്ക് വന്നിട്ടില്ല. അതെ, ഇവര് കാറിൽ കയറി എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ഷെയർ ചെയ്യാം. കാരണം അത് അക്ബർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ല, അതിനും പണിഞ്ഞു അക്ബറിനെ. ആ പൊതപ്പിനടി കിടന്നിട്ട് ഈ ആദില പുറത്തിരുന്ന് അക്ബറിനായിട്ട് ആ മറ്റേ ഇതുണ്ടല്ലോ ഊഞ്ഞാലിൽ ഇരുന്ന് പറഞ്ഞെന്താ എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർന്നു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നേരെ അനുമോളായിട്ട് പാച്ചപ്പ് ആയപ്പോ ഇന്നലെ ആ പൊതപ്പിനടിയിൽ ഇരുന്നിട്ട് ഈ പൈസേന്റെ കാര്യം പറഞ്ഞിട്ട് ഇയാളെ ഗെയിമായിരുന്നു, അയാൾക്ക് എന്തിനു കൊടുക്കേണ്ട ആവശ്യം നേരെ ഈ ആദ്യം അവിടെ കേട്ടത് ഫുള്ള് അനുമോളോട് വന്ന് ഇപ്പുറത്ത് ഛർദ്ദിച്ച്. അത് കൊടുക്കാറുണ്ട് കേട്ടോ, അത് കൊടുക്കണം, അത് മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം ഇവരെ പ്ലാനിങ് ഭീകരാണ്. ഇവര് ഇത് അക്ബറിനെ സൈഡാക്കളാണ്, പൈസ കൊടുക്കില്ല എന്നുള്ളൊരു സ്കീമിന്റെ കാര്യം. അല്ല, അത് അക്ബർ മിക്കവാറും നെവിൻ ആ പറഞ്ഞ പൈസ കൊടുക്കുമായിരിക്കും. അത് കൊടുക്കും. പക്ഷെ അക്ബറിന് കൊടുക്കുന്ന അത് ചാൻസ് കുറവാ. അക്ബർ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് നമ്മളെപ്പോഴും ചോദിക്കണം, അക്ബറെ കിട്ടിയോന്ന് ചോദിക്കണം. അപ്പോഴാണ് സത്യം അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സംഗതി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ വീട്ടുകാർക്ക് വലിയൊരു
ഇതുണ്ട് കേട്ടോ, ഈ വീട്ടിലെ ഇപ്പൊ ഉള്ളവർക്ക് ഈ പ്രേമം കേട്ടപ്പോ ആരും അങ്ങനെ അമേസ്ഡ് ആയില്ല. എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ഇയാള് പറയുമായിരിക്കും എന്നുള്ളത്. അത് അക്ബർ പറയുന്നുണ്ടല്ലോ, കാരണം പുറത്ത് രണ്ടുപേരും കൂടെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ, പക്ഷെ ഇത് ഓപ്പൺ ആയിട്ട് പറയും എന്ന് മാത്രമാണ് ഇവർക്ക് ഡൗട്ട്. ഇതൊന്നും അറിയില്ല, പൊട്ടണെന്ന് പറഞ്ഞ സാബുമാൻ വരെ ഇവരെ പ്രേമം മനസ്സിലാക്കിയിട്ടുണ്ട്. സാബുമാൻ സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ചിരുന്നു, നെവിൻ സാബുമാനെ പറ്റി പറഞ്ഞ പോയി ഉണ്ടായിരുന്നല്ലോ, അതായത് നാരദൻ. ഈ സാധനം, ഈ സാബുമാന്റെ നാരദൻ പണി ലൈവ് കണ്ടാൽ നമുക്കറിയാം. നാരദൻ പണി സാബുമാൻ ഉണ്ട്, പക്ഷെ നാരദൻ പണി എക്സ്പോസ്ഡ് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് പൊട്ടിച്ച് സത്യം പറഞ്ഞ നെവിൻ മാത്രമാണ്. അല്ല, വേറെ കാര്യമുണ്ട്. നാരദൻ പണി ഈ സാബുമാന്റെ ഗെയിമോ അല്ലെങ്കിൽ സാബുമാൻ എടുത്തു വെച്ച ഒരു സ്ട്രാറ്റജി അല്ല. നോർമലി സംഭവിക്കുന്നത്, നോർമലി ഹ്യൂമൻ ബീങ് അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്. കാരണം ഇപ്പുറത്ത് പോയിട്ട് ആ കുമ്പസാരം കേൾക്കും, അപ്പുറത്ത് പോയിട്ട് ഈ കുമ്പസാരം. സാബുമാൻ കുമ്പസാരം കേൾക്കാൻ മാത്രമല്ല, ആരുടെ നോ പറയാനോ വെറുപ്പിക്കാനോ ഒന്നും പറ്റൂല. അതായത് ഇപ്പൊ അനുമോളും ആദിലയും നൂറയും കൂടി ഇരുന്ന് അക്ബറിനെ പറ്റി കുറ്റം പറഞ്ഞാൽ, നെവിനെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് കേൾക്കും. അത് കേൾക്കിട്ട് തലയാട്ടുകയും ചെയ്യും, എല്ലാം സംഭവിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ ചെറ്റയാണ്, ഊളയാണ്, തെമ്മണികളെന്ന് പറയും. നേരെ അപ്പുറത്ത് പോയിട്ട് അവര് പറയുമ്പോഴത്തേക്ക് ഒരു അവര് പ്രശ്നക്കാരാണ്, അവരെ ഒതുക്കണം എന്ന് സാബ പറയുകയും ചെയ്യും. പക്ഷെ ഈ സാധനം നെവിനാണ് പൊട്ടിച്ചത്. ഇത് പൊട്ടിച്ചപ്പോഴത്തേക്ക് സാബാണ് നന്നായിട്ട് ആ കൊണ്ടതിന്റെ ഉള്ളിക്ക് വീണ്ടും ഷാനവാസ് പോയി കത്തിക്കും ചെയ്തു. ഷാനവാസ് നല്ല ലൈറ്ററാ, നല്ല കത്തിക്കല ഷാനവാസിന് ഈ സീസണിൽ ലൈറ്റർ എന്ന് പേര്, നല്ല കത്തിക്കല മൂപ്പര്, അജാതി കത്തിക്കല സാബുമാനെ പിന്നാലെ. എനിക്ക് കോമഡി ഒന്നും എന്റെ പാലൊക്കെ തെറിച്ചു ഷാനവാസ്. ഓക്കെ, അത് അവരുടെ വയ്യായിയാണ്, നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ ഒക്കെ പറഞ്ഞു, ഇനിയിപ്പോ മറ്റേ പുള്ളിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സാധനം വരത്തിൽ പറയുമ്പോഴത്തേക്ക് ഷാനവാസോട് മറ്റേ വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുള്ളണ് നിന്ന്. അത് അമ്പരന്ന് കേട്ടാ എന്തിന് മറ്റത് മണി ബോക്സിന് പൈസക്കാന്ന് വിചാരിക്കാം. ഇന്നലെ ഒരു കാര്യമില്ലാതെ പോലത്തെ ബലൂണിന്റെ പിന്നാലെ ഓടി. അപ്പൊ പുള്ളി, ഞാൻ വിചാരിച്ചിരുന്നത് പുള്ളിക്ക് അങ്ങനെ ഓടാനൊക്കെ പറ്റുന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്ന് അറിയത്തില്ല. മേ ബി 2 ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഇതോടെ സ്ട്രോങ് ആയിട്ട്. നന്നായിട്ട് വീഡിയോ കണ്ടില്ലല്ലോ, പാല് ചവിട്ടി വഴുക്കി വീണതാണത്. സത്യം, ആ കാല് സ്ലിപ്പായതാണ്. അത് നെവിൻ ഇടിച്ചിട്ടില്ല അതിനകത്ത്. പാലില് ചവിട്ടി കാല് സ്ലിപ്പായി, എന്നിട്ട് ഇരുന്നു. അപ്പൊ പാനിക്കായി. ആ പാനിക് അറ്റാക്ക് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും നെവിൻ അറ്റാക്ക് അല്ല, നെവിൻ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വീണ്ടും ഡിസ്കഷനിൽ വന്നൊരു സാധനം ഉണ്ട് ഇതിനകത്ത്. ഇന്നിപ്പോ അധികം എനിക്ക് തോന്നുന്നത് അധികം അക്ബറും അതിലും കൂടെ ടോക്ക് ഉണ്ടായിരുന്നു, ഐ മീൻ കോംപ്രമൈസ് ടോക്ക്. പക്ഷെ ഇന്നത്തെ നിനക്ക് എന്താ തോന്നുന്നത്, അനുമോള് പോയിട്ട് അക്ബറിന്റെ സംഭവം ഉണ്ടായിരുന്നു. സോറി പറഞ്ഞിട്ടില്ലല്ലോ അക്ബർ. ആ സാധനം എന്താന്ന് മനസ്സിലായി എനിക്ക്. ഈ വിനു ഇന്റർവ്യൂ കൊടുത്ത ഒരു കാര്യം പറഞ്ഞ കേട്ടോ, ഞാൻ ഓൾറെഡി അനുമോളോട് പറഞ്ഞത് ഒരു 80-90 ദിവസം നിൽക്കാനുള്ള സാധനം ഉണ്ട് എന്നാണ്. ഇതാണ് വിനു പറഞ്ഞെടുത്തിട്ടുള്ളത്. 90 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോക്ക് ഇളകി തുടങ്ങി. അയ്യോ, വിനുവിനോട് 90 ദിവസമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ 10 ദിവസം ബാക്കിയാ. കറക്റ്റ് ആണ്, നോക്കി 10 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് തുടങ്ങി. അത് ഈ സാധനേ അക്ബർ ഒരു മറുപടി പറഞ്ഞിട്ടായിരുന്നു. അതായത് എന്നെ ഹിപ്പോപ്പൊട്ടാമസ് വിളിക്കുന്നു, കാണ്ടാമൃഗം എന്ന് വിളിക്കുന്നു, പല്ല് തേക്കാത്തവരെന്ന് വിളിക്കുന്നു, കുളിക്കാത്തവരെന്ന് വിളിക്കുന്നു. സത്യം പറഞ്ഞ എപ്പിസോഡിൽ അനുമോള് വിളിക്കുന്നത് ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല. അതായത് അക്ബർ പറയുന്നുണ്ട്, എന്നെ എപ്പോഴും വിളിച്ചിങ്ങനെ എപ്പോഴും വിളിക്കുന്നുണ്ടെങ്കിൽ അത് ലൈവിലും എപ്പിസോഡിലും വന്നിട്ടില്ല. അതായത് 10-90 ദിവസം ഒരാളെ മറ്റേ അത്രയും ഹറാസ് ചെയ്തിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പോയിട്ട് അനുമോള് കൈ പിടിച്ചിട്ട് പറയാണ് എല്ലാത്തിനും അങ്ങ് ഞാനെല്ലാം ക്ഷമിച്ചിരിക്കുന്നു അനുമോൾ അങ്ങോട്ട് പറയാ. അല്ല, എന്താ പറഞ്ഞറിയോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോഴാണ് അക്ബർ തിരുത്തിയത്, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നല്ല. അതെ, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഇനി പുറത്തുവരുമ്പോഴത്തേക്കും എന്തുവാ, ഇത് ഇനിയിപ്പോ മറ്റേ നമ്മുടെ PR ടീമിന് വിനുവിനും ടീമിനും എടുത്ത് ചെയ്താൽ മതി, നേരെ കട്ട് ചെയ്യുക, ഒരു സാധനം കയറ്റുക, അനുമോളില് നന്മപരമായിട്ട് കയറ്റുക. കാരണം എല്ലാ തെറ്റുകളും ക്ഷമിച്ച ഒരു പാവം. കേരള ജനക്കൂട്ടം റിവ്യൂ ബിഗ് ബോസിന്റെ റിവ്യൂ നടന്നോണ്ടിരിക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ പറടാ ഈ സീസൺ? ആര് പുള്ളി? അനീഷോ? അനുമോളെ പ്രപ്പോസ് അനീഷ് ജനക്കൂട്ടം. അത് ഭയങ്കര മോശമായി പോയില്ലേ, അതൊക്കെ അത്ര പ്രായമില്ലേ? കുട്ടിയാ അനുമോളെ കുഞ്ഞാ? അല്ല, അത് ശരിയല്ല. അനുമോക്ക് 30 വയസ്സുണ്ട്. ആ കല്യാണം നടത്തി കൊടുക്കൂ. അതെന്താ നടത്തി കൊടുക്കാം? അനീഷ് ചേട്ടന് വേണ്ടി അതെങ്കിലും ചെയ്യണ്ട. അനീഷ് ഫാൻ ആണെങ്കിൽ, അനീഷ് ഫാൻ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഒരു അങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നിയ. അത് പറഞ്ഞാൽ അറിയത്തില്ല, കുറുമ്പനായിരിക്കും. അല്ല, ആദ്യം വന്നപ്പോഴേ അനീഷ് സ്ത്രീ വിരോധിയായിരുന്നു, ഞങ്ങൾ അതേപറ്റി പറയുമായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ മറ്റേ ഇപ്പൊ അനുമോളുടെ ഇപ്പൊ ഡിങ്കനാണ്, രക്ഷകനാ. എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ചില സംഭവങ്ങളെ കാണാറുള്ളൂ, വല്ലപ്പോഴേ കാണാറുള്ളൂ. അനുമോൾ ഇഷ്ടമല്ല?
അനുമോളെ ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ലാത്തൊരു കുട്ടി. മോഹൻലാലിന് ഇഷ്ടമാണോ? പിന്നെ അല്ല, ഇവര് ബിഗ് ബോസ് പോകാനുള്ള പ്ലാൻ ഉണ്ടായത്. ആണല്ലേ? ഇവന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് അറിയോ? കൂട്ടത്തിൽ ഇവനും റീത്തി റീത്തയില്ലായിരുന്നു. ഞാനിങ്ങനെ എന്ത് പ്രശ്നമുണ്ടല്ലോ റീത്തയോട് ഇങ്ങനെ നടക്കുന്നു. അതാണ് strategy അല്ലേ? തുമ്പത്ത്. അതെ, അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു ആശാന്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെയാണ് പോയി അല്ലേ? കാര്യമായിട്ട് ഇത്രയൊക്കെ നടന്നിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഈ ലവ് സാധനവും പരിപാടികളും. എപ്പിസോഡിന്റെ പകുതിയും ഈ പറയുന്ന അനീഷ് അനുമോളും കൊണ്ടുപോയി, കുറെ മൈജിയും കൊണ്ടുപോയി, കുറെ മൈജിയും കൊണ്ടുപോയി തീരാറായല്ലോ എന്തായാലും. അതെ, അപ്പൊ പിന്നെ അത് അങ്ങനെ സ്പോൺസേഴ്സിന് എന്തായാലും കുറച്ച് പരിപാടി വേണമല്ലോ. സ്പോൺസേഴ്സിന് കുറച്ച് കൂടുതൽ വേണം. അതെ അതെ, അങ്ങനെ ആ സെറ്റപ്പിൽ അത് കണ്ട് പോയി കിട്ടും. ഇനി അടുത്ത ദിവസം അല്ലേ? പിന്നെ അനുമോൾക്ക് സങ്കടം വേണ്ട, ബിക്കോസ് ലാലേട്ടൻ ഇന്ന് സേവ് ചെയ്തു അനുമോളെ നേരെ ഫിനാലെ വീക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെന്താ അറിയോ, ഒന്നാമത് അനുമോൾ ഓരോ ഡേഞ്ചർ സാധനം അടിച്ച് എനിക്ക് ഇനി പുറത്തുനിന്ന് കണ്ട് കല്യാണാലോചന വന്നില്ലെങ്കിലോ ആ സാധനം എന്താ പറയുക, ഒരിക്കലും ചാനൽ എൻഡോസ് ചെയ്യില്ല. ചാനൽ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ലാലേട്ടൻ വഴി മോളെ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഫണ്ണാണ്, തമാശയാണ്, അത് ഒതുക്കി ആ സാധനം സൈഡ്. പുറത്തുനിന്ന് എത്ര ആലോചന വരും, എത്ര ആലോചന അനുമോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് അങ്ങനെ പോയി, അതാണ് പോയി കിട്ടി. അനുമോളുടെ ആർമിയിൽ നിന്ന് തന്നെ ഒരു 1000 ആലോചന ഇപ്പൊ വന്നിട്ടുണ്ടാവും. വിക്കി നോക്കണോടാ. അല്ല അങ്ങനല്ല, അനുമോള് പാവമാണ്. ഫാൻസ് എല്ലാം എടുത്തിട്ട് താല്പര്യമുണ്ട് ഉണ്ടല്ലേ? അങ്ങനൊന്നുമില്ല, കിട്ടിയ അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങള് പരിപാടികൾ വെക്കാണ്. ഞങ്ങളിപ്പോ ഉള്ള സ്ഥലം ഇത് ഏതാണ് സ്ഥലം? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കായംകുളം. അതെ, കായംകുളത്താണ് ഞങ്ങളുള്ളത്. അൽത്തോഫിന്റെ പെങ്ങളെ കല്യാണത്തിന് വന്നതാണ്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം പോയി ചില്ലാവട്ടെ. ഓക്കെ ഗൈസ്, അല്ലേ? ബൈ ബൈ. നാളത്തെ നോക്കാം. ബൈ ബൈ.